ഹായ് ഹലോ, നമുക്കൊരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ പെട്ടെന്ന് എന്നാൽ നല്ല രുചിയിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. സാമ്പാർ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കി തുടങ്ങിയാലോ. അതിനായി ക്യാരറ്റ്, മത്തൻ, കുമ്പളം, കൈപ്പക്ക, പയർ, വഴുതന, മുരിങ്ങക്കായ, പിന്നെ കിഴങ്ങ്, തക്കാളി, ചെറിയൊരു ഉള്ളി, വെണ്ട, ചെറിയുള്ളി, മല്ലിച്ചപ്പ്, പച്ചമുളക്, കറിവേപ്പില, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെടുക്കാം. ഞാൻ ഈ പറഞ്ഞ വെജിറ്റബിൾസ് മുഴുവൻ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് പച്ചക്കറികൾ എടുക്കാവുന്നതാണ്. ഈ വെജിറ്റബിൾസ് എല്ലാം അല്പം എടുത്താൽ മതിയാവും. സാമ്പാർ ഉണ്ടാക്കാനായി തുവരപ്പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് പരിപ്പാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇത് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിൽ ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും അടിച്ചാൽ തന്നെ നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് നമ്മുടെ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനായി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾ ചെയ്യണേ. ഇനി നമ്മുടെ വെന്ത് വന്ന പരിപ്പിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുരിങ്ങക്കായ ഇളയതാണെങ്കിൽ മറ്റ് വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നതിന് ശേഷം കുക്കർ തുറന്ന് മുരിങ്ങക്കായ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. വെണ്ടയ്ക്ക ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അത് നമുക്ക് റോസ്റ്റ് ചെയ്ത് പിന്നീട് ചേർക്കാം. ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ പുളിവെള്ളവും റോസ്റ്റ് ചെയ്ത് വെച്ച മസാലപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചാൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടും. കുക്കറിൽ വിസിൽ വന്നതിന് ശേഷം ഒരു 4 മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് എയർ കളഞ്ഞ് കുക്കർ തുറക്കാം. അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഓവർ വേവായി പോകാൻ സാധ്യതയുണ്ട്. വെജിറ്റബിൾസ് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് വെണ്ടക്ക റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനായി നമ്മൾ നേരത്തെ മസാലപ്പൊടികൾ ഫ്രൈ ചെയ്ത് പാൻ തന്നെ വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. നമ്മുടെ വെണ്ടയ്ക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക ഫ്രൈ ആവുന്ന ടൈം കൊണ്ട് തന്നെ നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. മൂപ്പ് കുറഞ്ഞ മുരിങ്ങക്കായാണെങ്കിൽ ഈ ടൈമിൽ വെണ്ടയ്ക്കയുടെ കൂടെ വേവിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് സാമ്പാർ ഒന്ന് വറവിട്ടെടുക്കാം. അതിനായി നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ച് അതേ പാൻ തന്നെ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് ഒന്ന് പൊട്ടി വന്നാൽ വറ്റൽമുളക്, കറിവേപ്പില, മല്ലിയില, 1 ടീസ്പൂൺ സാമ്പാർ പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സാമ്പാർ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാർ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റോട് കൂടെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തരണേ, കമൻറ്റും പറയണേ. ഇനി ഓണമല്ലേ വരാൻ പോകുന്നത്. ഇതുപോലെ ഒന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കൂ. നല്ലൊരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റിയൊരു റെസിപ്പി കൂടെയാണ്.